അപർണ എൻ്റെ മൂത്ത മകളാണ്. അവൾ ഇവിടെ ഡിഗ്രിക്ക് കായംകുളത്ത് MSM പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്ത് 1 മാസം കഴിഞ്ഞപ്പോഴാണ് ഗോഡ് സോണിൽ നിന്ന് അവിചാരിതമായിട്ടൊരു കോൾ നമുക്ക് വരുന്നത്. അപ്പോൾ ആരാ വിളിച്ചതെന്ന് ഓർമ്മയില്ല, പേര് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അവർ ആൻസി മിസ്സിനെ കണക്ട് ചെയ്ത് തന്ന്. അപ്പോൾ ആൻസി മിസ്സുമായിട്ട് സംസാരിച്ചപ്പോൾ വലിയ കുഴപ്പമില്ലെന്ന് തോന്നി. ആദ്യമേ വന്ന് കണ്ടു നോക്കൂ എന്ന് പറഞ്ഞു നമ്മളങ്ങനെ കാണാനായിട്ട് വന്നു. അപ്പം അറേഞ്ച് ചെയ്താണ് വന്നത്. കാണാനായിട്ട് വന്നപ്പം തന്നെ വന്നപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. അവിടെ താമസ സൗകര്യമൊക്കെ അത്യാവശ്യം കൊള്ളാമെന്ന് തോന്നി. 2 ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ അപർണ കരയാൻ തുടങ്ങി. എനിക്കിവിടെ പറ്റത്തില്ല, എന്നെ അങ്ങ് വീട്ടിൽ കൊണ്ടുപോകും, എനിക്കിവിടെ പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേ നല്ല മാറ്റമൊക്കെ തുടങ്ങി. കുഴപ്പമില്ല, പഠിക്കുന്നുണ്ട്. ആദ്യത്തെ എക്സാം എഴുതിയപ്പം തന്നെ 2 മൊഡ്യൂൾ കിട്ടുകയും ചെയ്തു. അത് ഒരു പോസിറ്റീവായിട്ട് തന്നെ തോന്നി. പിന്നെ നമ്മൾ ഒരാളെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ മറ്റൊരാളെ വിളിക്കുകയും നമ്മൾ അവരെയൊക്കെ കുറച്ച് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാലും അവർ നമ്മളോട് ദേഷ്യപ്പെടാതെ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ടായിരുന്നു. നമുക്കവിടെ ആൻസി മാം എടുത്തില്ലെങ്കിൽ ശ്രീധന്യ നമുക്കൊരു പോസിറ്റീവ് വൈബ് തന്നെയായിരുന്നു കേട്ടോ. അവിടെ നല്ല കാര്യമായിട്ട് നിൽക്കുമായിരുന്നു. അതായത് ഇവളുടെ ഒരു ക്യാരക്ടർ അനുസരിച്ച് അവിടെ നന്നായിട്ട് തന്നെ തോന്നി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡിൻ്റെ കാര്യമായാലും താമസ സൗകര്യമായാലും അത്യാവശ്യം ഫ്രീഡം ആഗ്രഹിക്കുന്ന ഒരു കൊച്ചായതുകൊണ്ട് അവരവിടെ പിടിച്ചൊതുക്കി വളച്ചിട്ടിരുന്നു. എൻ്റെ അടുത്ത് ഒരാൾ വന്ന് എവിടെ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കേണ്ടത് നന്നായിരിക്കുന്ന സെൻറ്റർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഗോഡ് സോൺ തന്നെ പറയത്തുള്ളൂ. കാരണം എൻ്റെ മോള് അതിൻ്റെ ഒരു നല്ല തെളിവ് തന്നെയാണ്.